സർപ്രൈസ്. എന്തായി എങ്ങനെ അപ്പന് വണ്ടി ഇപ്പൊ കിട്ടി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആദ്യമായി റോട്ടിലേക്ക് ഇറക്കാണ് വണ്ടി. ഫസ്റ്റ് പെട്രോൾ അടിക്കാനായിട്ട് പോണേ, എന്നിട്ട് വേണം ഹെൽമെറ്റ് മേടിക്കാൻ. ഇതിന്റെ അവിടെ കിടക്കണുണ്ട്, നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വരാം. പോവാം. വണ്ടി പോട്ടെ. ഫസ്റ്റ് റൈഡ്. നല്ല റൈഡ്. പക്ഷെ ഞാൻ മറ്റേ ജാക്കറ്റ് കൊണ്ടുണ്ടായിരുന്നു, കാറിലുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോ എടുക്കാം. പോട്ടെ. ആ സൈഡ് വണ്ടികൾ തന്നെ ഉണ്ട്. ആദ്യത്തെ പെട്രോൾ അടിക്കൽ. അപ്പോൾ കുരിച്ചെറിയുള്ള ടാക്സ് ബൈക്കിൻ്റെ ആ ഷോറൂമിൻ്റെ തൊട്ടടുത്തുള്ള പമ്പാണ് കേട്ടത്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്തപ്പോൾ അവർ നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂപ്പൺ ഇവിടെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് 3 ലിറ്റർ പെട്രോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പമ്പിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂപ്പൺ കാണിച്ച് 3 ലിറ്റർ ആദ്യം അടിച്ചു. അതിനുശേഷം പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ആക്കിയിട്ടാ. ഇത്ര വലിയ ടാങ്കൊക്കെ ഉള്ളതല്ല, എന്തായാലും ഫുൾ ടാങ്ക് എടുക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ചേട്ടനാണെങ്കിൽ നല്ല പാട്ട് വെച്ചേക്കായിരുന്നു മൊബൈലിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ അതേ ആദ്യം 3 ലിറ്റർ അടിച്ചു. അതിനുശേഷം ദേ വീണ്ടും അടുത്തത് ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഒരു മീറ്റർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ബാൻഡിഡോസിലെത്തി ഹെൽമെറ്റ് മേടിക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ബാൻഡിഡോസ്. അങ്ങനെ ഞങ്ങളിത് ഓരോ ഹെൽമെറ്റുകളായിട്ട് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഫ്രണ്ട് നമ്മുടെ ഈ ഫേസ് അപ്പോൾ അതായത് താടിയുടെ ഭാഗം ഒന്ന് പൊന്തിച്ച് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഹെൽമെറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച മോഡലിവിടെ സ്റ്റോക്കില്ല. അപ്പോൾ മിഡു നോക്കി 2-3 ഹെൽമെറ്റ്, മിഡുവിന് ഇഷ്ടപ്പെട്ട മോഡൽ നോക്കിയപ്പോൾ അതും അവിടെ സ്റ്റോക്കില്ല. കുറച്ച് ദിവസം കഴിയുന്ന പറയണ വരാനായിട്ട്. അപ്പോൾ ഹെൽമെറ്റ് മേടിക്കൽ അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയുമേ 1-2 സംഭവങ്ങൾ പിടിപ്പിക്കാനായിരുന്നു, ബോക്സ് പിടിപ്പിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാ വെക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ആണ്. എങ്ങനെ വെച്ചാലായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 55 ലിറ്ററിൻ്റെ ബോക്സ് ഉണ്ടോ. അപ്പോൾ അതും അവിടെ സ്റ്റോക്കില്ല, വരും ദിവസങ്ങളിൽ വരുള്ളൂ. അവിടെ ഉള്ളത് ഇപ്പോൾ 65 ലിറ്ററിൻ്റെയാണ്, വലിയ ബോക്സാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. കൊള്ളാം. അപ്പോൾ അങ്ങനെ ഹെൽമെറ്റ് മേടിക്കൽ നടത്തി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ നാളെ എന്തായാലും എനിക്ക് ഇതിപ്പോൾ ബാക്ക് ബോക്സ്, ടോപ്പ് ബോക്സൊക്കെ പിടിപ്പിക്കാൻ വരണം. അപ്പോൾ നോക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ പിടിപ്പിക്കാൻ വിചാരിക്കുകയാണ്. മിഡു, ഞാൻ ഫോണിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറിയതാണ് പറയണത്, വെയിൽ കൊള്ളാണ്ടിരിക്കാനല്ല. അപ്പോൾ ഇവിടെ നേരെ ഭക്ഷണം കഴിക്കാം. അപ്പൊ ശരി എന്നാ. ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി റോഡിലേക്ക് ഇരുത്തിയാണ് പോണാർന്ന്. മാപ്പൊക്കെ ഉണ്ടേ എന്താ വേണ്ടതെന്ന് പറയാം. അപ്പം അങ്ങനെ ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ കയറിയൊക്കെ ഉണ്ടാവും. ബിരിയാണി ഓർഡർ ചെയ്തു. വേണ്ട നാനൂസ് എന്നിട്ടായിരുന്നു പേര്, നാനൂസ് ടിഫിൻ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ കയറി. ഭയങ്കര ദാഹം. വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ സ്റ്റീവിനെ കൊണ്ടുവരാൻ വന്നേക്കണ്ട. സ്റ്റീവ് ഞെട്ടും, സ്റ്റീവിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം മൊത്തം ഇപ്പോൾ 49.4 കിലോമീറ്റർ ഓടി. സ്റ്റീവ് എന്നുണ്ട്, ഭയങ്കര മൂഡ് ഓഫാണ്, എന്താണെന്നറിയില്ല. മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു. വണ്ടി ടോയുടെ ഭക്ഷണത്തിലാ ഇഷ്ടമായ അമ്മയുടെ വണ്ടി. മൈൻഡ് ചെയ്തില്ല അവൻ. അപ്പൊ പുതിയ വണ്ടി കൊണ്ടുപോവാ. ചീറ്റി പോയി. പോണൊരാള് ഇതുമ്മ കേറ്റിരുത്ത് വീയും കേറ്റിരുത്ത് ടാങ്കുമ്മ. ഇരിക്കാൻ പറ്റില്ല.
എന്നാ സ്ക്രാച്ച് ആയാലോ? നോക്കിയടാ. ടാടാ. ഇഷ്ടായാ? ഓ ഓട്ടോ കുഞ്ഞി കരിവാളിച്ചു പോയി. ഞാനോ കൊച്ചാ? ചേട്ടൻ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് അവിടെ ഇല്ല, നമ്മുടെ സൈസിനുള്ളതില്ല. പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിക്കണം. എന്തായാലും നമ്മളങ്ങനെ വീടെത്തിയിരിക്കുന്നു. ഇത്രയും നേരത്തെ ഓടിച്ച എക്സ്പീരിയൻസിൽ ചൂട് തന്നെയുണ്ട് എഞ്ചിൻ്റെ അവിടെ നിന്ന്. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു സ്മെല്ല്, ഒരു എന്താ പറയുക, ഉരുകിയ മണല്ലോ, എന്താ പറയാ, ഓയിൽ കത്തണ പോലത്തെ ഒരു സ്മെല്ല്. അത് പുതിയതായതുകൊണ്ടെന്ന് പറഞ്ഞ. എന്തായാലും കൊള്ളാം, ഹാപ്പി. പൂച്ചേനെ സൂക്ഷിച്ചോട്ടാ. ദേ ഈ വണ്ടിയുടെ ഇതൊക്കെ മാന്തി പറിച്ച് വെച്ചേക്ക. എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ പോയി എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ. അപ്പൊ അങ്ങനെ ജീതിന്റെ തിരിച്ചു പോയിട്ടാ. എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പൊ കിട്ടി. ഇങ്ങനെയുള്ളതാ. ഇഷ്ടായ? സന്തോഷായ? പിന്നെ മോൾക്ക് എന്താ അപ്പൊ വെറുതെ പറയണ്ട? എന്റെ മോളെ അപ്പൊ വെറുതെ പറയണ്ട. ഇവിടെ എവിടെ നീ ഇവിടെ ഒന്നല്ല പിടിക്ക, നീ ബാക്കിലിരിക്ക. ഇവിടെ ഇരുന്നാ ടാങ്കുമ്പോ പിടിച്ചിരിക്കണ്ടി. വേറെ എവിടെ പിടിക്കാൻ പറ്റില്ല, വേറെ ഒന്നും പറ്റില്ല. അങ്ങനെ അപ്പ എവിടെ ഇരിക്കുക? അങ്ങനെയില്ല, നീ ബാക്കില്. അതിനാണ് നിനക്ക് ബാക്കിലുള്ളത്. ഹെൽമെറ്റ് വെച്ച് ബാക്കിലിരിക്ക. ഇരുന്നോ? അവിടെ ചവിട്ടി പിടിച്ച് കയറ്. ചവിട്ട് നീ. അപ്പൊ ഇല്ലാത്തപ്പോ ചവിട്ടിയൊന്നും അതുമ്പോ പിടിക്കില്ല, ചൂടുണ്ടാവും. പൊള്ളേ അതിനെ നിന്റെ കാലൊന്നും നീ കൈ തൊട്ടുണ്ടാവും അല്ലേ? കാല തൃശ്ശൂരിൽ നല്ല ചൂടുണ്ടാവും. അപ്പൊ ഇല്ലാത്തപ്പോ നമ്മൾ കയറാൻ നോക്കി എടുത്തിട്ടാ. അപ്പണീതല്ല ആള്. അതും മേലെ ചവിട്ടണ്ട ചെയ്തുമ്മ. ഇവിടെ ചവിട്ടാൻ സാധനം ചാരൊന്നും ഇരിക്കണ്ട. അപ്പനെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. അല്ലാതെ ഓട്ടോറിക്ഷയാ. ടാറ്റാ. എങ്ങടാ പോണേ? എങ്ങടാ പോ? ടാറ്റാ. ആ തുറന്നുതരാം. ചെറിയ ട്രിപ്പ്. സ്റ്റീവിന് ഓൾറെഡി ക്ലാസ്സിൽ നിന്ന് പോകണമല്ലോ. സ്റ്റീവിന് പോവാട്ടാ. അമ്പഴക്കാട് പള്ളിയില്ല. ശിവനപ്പ കൊണ്ടുവന്നാന്ന് സ്കൂട്ടറ്. അവള് പൊത്തിപ്പിടിക്കാൻ വേണ്ടി പോയത്. സർപ്രൈസ്. എന്തായി?
മനസ്സിലാവായിരിക്കില്ല. തിരിച്ചു കാണിക്കാം. സൈഡ് വെച്ച് കാണിക്കണം. അതെ സ്റ്റീവ് വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോ ഒരു വില്ലും ഉണ്ടാകും കല്ലെടുത്തിട്ട് ഒറ്റ ഞാൻ വിശു ഇതാണ് ചെറിയൊരു കുഞ്ഞ് സ്ക്രാച്ച് ആണ്. ഗ്രേസ് മോളെ അപ്പ പറയണ്ട് കേറല്ലേ കുഞ്ഞൊരു സ്ക്രാച്ച്. അപ്പ കേറിയിട്ട് ഗ്രേസ് കേറിയാ മതി, അല്ലെങ്കിൽ അപ്പക്ക് കേറാൻ പറ്റില്ല. കേറാൻ പറ്റില്ല. ഗ്രേസ് ഇറങ്ങ, അപ്പ കേറട്ടെ. എന്നിട്ട് അതിനിടായോണ്ട് ചെറുതോ ഇരിക്കണോണ്ടി. കണ്ണിന്റെ കുറിച്ചാന്ന് അതിനേക്കാൾ വലിയ വണ്ടിയാ. അതിനേക്കാൾ അമ്മയ്ക്ക് വല്ല സാരിയോ സ്വർണ്ണോലെ അങ്ങനെ മേടിച്ചു കൊടുത്തേ. അമ്മ ഇപ്പൊ നോക്കിയാ അമ്മയ്ക്കൊരു സാരി മേടിച്ചു കൊടുത്തു. അമ്മ അതിന്റെ എന്തോ ഡിസൈനൊക്കെ പറയും. ഷോ കഴിഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടം കണ്ടപ്പോഴേ തന്നെ നല്ല കളറും നല്ല ഭംഗിയും തന്നെയല്ല മറ്റേ ആന പോലെ ഇരിക്കുന്നതാണ്. അമ്മയ്ക്ക് എന്നിട്ട് പറ്റിയ ആന പോലെ ഇതാണ് ആക്റ്റീവ. ആക്റ്റീവ ഇതിന്റെ അത്ര ഒന്നും ഇല്ല. ഇത് നല്ല വണ്ടിയാ എന്തായാലും. ഹാപ്പി ഗ്രേസ് ആണ്. ചെറിയ വണ്ടിയാ. അപ്പൊ അങ്ങനെ അമ്മേനെയൊക്കെ വണ്ടി കാണികളെ കഴിഞ്ഞ് നേരെ നമ്മുടെ കോഴിക്കോട്ടേക്ക് പോന്നു കേട്ടോ. രാത്രി ചെയ്യുന്നു. ഇന്നിപ്പോ രാത്രിയാണ് ഇവിടേക്ക് വരല്. രാത്രി വരവ് ശീലമായി മാറി. ഇവർക്കും രാത്രി തീറ്റ എന്നൊരു ശീലമായി. ഈ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പകല് പോലെയാണ് ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു രാത്രി പകലെന്നുള്ള അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ഇട്ട് കൊടുത്തു. ക്യാമറയിൽ കാണുമ്പോൾ അവിടെ ഇരുട്ട് പോലെ ഉണ്ടല്ലേ, പക്ഷെ അവിടെ നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അങ്ങനത്തെ ഇതൊക്കെ. പൂവന് മാത്രമൊന്നും കൊടുത്തിട്ടില്ലേ, പൂവൻ വെയിറ്റിങ്ങിലാണ്. അപ്പം ഇനി ഇവർക്ക് വെള്ളം തീറ്റയൊക്കെ കൊടുക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അടുത്തത്. എന്നിട്ട് വേണം ഇന്നൊന്ന് ഒരു ചെറിയൊരു നൈറ്റ് ട്രിപ്പ് പോകാനായിട്ട്. വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ. നാളെ എന്തായാലും ഞാൻ പോകും. എനിക്ക് മറ്റേ കടയുടെ പേര് ഞാൻ പറയും, ബാൻഡിഡോസ്. അവിടെ പോയി എനിക്ക് വണ്ടിയുടെ ബാക്കിൽ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് നാളെ റെഡി ആകണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചേക്കണ്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഒരുത്തൻ്റെ കമ്പി കടിച്ചു മുറിക്കുന്നു. അല്ല, കമ്പിയാണിരുന്നു. അവനപ്പുറത്തേക്ക് കിടക്കണം ഇവരുടെ കൂട്ടിലേക്ക്. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവനവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലവളം തോന്നും, പിള്ളേരെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് മാസ്ക് എടുക്കാൻ മറന്നുപോയി. ഇനി ബനിയനും ഒരു മൂത്ത് കെട്ടണം, അല്ലെങ്കിൽ പൊടി അടിച്ച് കയറും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.